കേരള ഗവൺമെൻറ്റിൻ്റെ മുൻ സ്പെഷ്യൽ സെക്രട്ടറി, കവി. കവി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകളുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ ടോക്ക് ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ലൊരു ഓണ സന്ദേശത്തിനായി സുദർശൻ സാറിനെ ആദരപൂർവ്വം സ്നേഹ ബഹുമാനത്തോടുകൂടി ക്ഷണിക്കുക. പ്രിയങ്കരനും സ്നേഹനിധിയുമായ ഈ ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ ലംബോദരൻ നായർ അവർക്ക് ഉദ്ഘാടനം നിർവഹിച്ച ആദരണീയനായ മുൻ DGP കൂടിയായ ശ്രീ രാമേന്ദ്രൻ സർ, സെക്രട്ടേറിയറ്റിലെ എൻ്റെ ഗുരുവും വഴികാട്ടിയുമൊക്കെയായ ശ്രീ ഗോപിനാഥൻ സർ, ശ്രീ MP ഉണ്ണിത്താൻ അവർക്ക് ഇവിടെ വിശദവും സുന്ദരവുമായ ഒരു സ്വാഗതം ആശംസിച്ച ഇന്ദിര രവീന്ദ്രൻ, ശ്രീമതി ഇന്ദിര രവീന്ദ്രൻ, എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ക്ലബിലെ പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, തുടക്കത്തിൽ തന്നെ ഒരു സൂചന ലംബോദരൻ സാർ തന്നു. സീനിയർ സിറ്റിസൺസാണ് കടുപ്പിച്ചു കളയത്. അല്ലെങ്കിൽ തന്നെ പ്രഭാഷണമൊന്നും ആളുകളങ്ങനെ സഹിക്കുന്ന കൂട്ടത്തിലല്ല. ഇതിപ്പോൾ ഓണസദ്യ ആയതുകൊണ്ട് അതിൻ്റെ ഒരു തെളിലിരിക്കുമ്പോഴാണ് ഇതും കൂടി. പണ്ടൊരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ നേരമായി മുൻപരിയുന്ന ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, സാർ ആ പ്രസംഗം ഒന്ന് ചുരുക്കിയാൽ കൊള്ളാം, കൂത്താട്ടോളത്തേക്കുള്ള ലാസ്റ്റ് ബസ് പോകാറായി. ഇന്ന് പ്രഭാഷകർക്ക് ആകെ കയ്യടി കിട്ടുന്നത് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ് എന്ന് പറയുമ്പോഴാണ്. എന്നിട്ട് ചുരുക്കുമോ? ഇത് എൻ്റെ ഓർമ്മയിൽ ശക്തമായി പതിഞ്ഞു കിടക്കുന്ന കൊട്ടാരം ക്ലബ് എന്നാണ്. അങ്ങനെയായിരുന്നു ആദ്യത്തെ. ഈ പുരം അങ്ങനെ തെളിഞ്ഞില്ല. കൊട്ടാരം ക്ലബ് എന്ന് മതിയായി. ഉൽപ്പത്തി മനസ്സിലായി, ഉൽപ്പത്തി രഹസ്യം മനസ്സിലായി. പക്ഷേ ഈ ക്ലബിൽ ഞാൻ വന്നിട്ടുണ്ടല്ലോ. അന്ന് ഓർമ്മയിൽ നിൽക്കുന്ന ഏതാനും മുഖങ്ങളെ ഇപ്പോൾ എനിക്ക് വീണ്ടെടുക്കാൻ കഴിയുന്നു. ഞാൻ വന്നത് ചിലപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അന്ന് ഈ ഹോളല്ല, താഴെയാണ്. അപ്പം ഏതായാലും വീണ്ടും വരാൻ കഴിഞ്ഞു. ഞാൻ രാവിലെ സാറിനെ വിളിച്ച് ചോദിച്ചു, ഇന്ന് എന്താണ് വിഷയം സംസാരിക്കേണ്ടത്? ഓണത്തെക്കുറിച്ച് മതി. ഓണത്തെക്കുറിച്ചുള്ള ഇതെൻ്റെ 8ാമത്തെ 9ാമത്തെ പ്രസംഗമാണ് ഈ ഒരു മാസത്തിനകം. ഇതിപ്പോൾ ഗൾഫ് ഓണം പോലെയാണ്. ഗൾഫിൽ അടുത്ത ഓണം വരെ ഓണമാണ്, പിന്നെ വീണ്ടും ഓണമാണ്. അപ്പോൾ അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഓണത്തെക്കുറിച്ച് ഒരുപാട് പ്രസംഗം നടത്തിയുകൊണ്ട് അത് കേട്ട ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ പറയുകയാണ്. ഓണത്തെക്കുറിച്ച് അങ്ങനെ പുതിയ കാര്യങ്ങൾ എന്താണ് പറയേണ്ടത്? ഓണത്തെക്കുറിച്ച് ഇന്ന് ഞാൻ പറയുന്നത്, ഓണം പരാജയപ്പെട്ടവന്റെ ഉത്സവമാണ്, ചവിട്ടിത്താഴ്ത്തപ്പെട്ടവന്റെ ഉത്സവമാണ്, ആഘോഷമാണ്. പരാജയപ്പെട്ടവർ, ചവിട്ടിത്താഴ്ത്തപ്പെട്ടവർ, പിന്തള്ളപ്പെട്ടവർ, തിരസ്കരിക്കപ്പെട്ടവർ, മാർജിനലൈസ്ഡ് ആയവർ, ഓരവൽക്കരിക്കപ്പെട്ടവർ, അവർക്കെല്ലാവരും തിരിച്ചു വരണം. ഇതിൽ വലിയൊരു സന്ദേശമുണ്ട്. എല്ലാ പ്രതിബദ്ധതകളെയും അതിജീവിച്ചുകൊണ്ട് വീണ്ടും വരാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തലാണ് ഓണം. നമ്മളിവിടെ ഫുൾ A+ വാങ്ങിക്കുന്നവരെ ആദരിക്കുന്നു. കുട്ടികളെ ഈ ഫുൾ A+ വാങ്ങിച്ച് കുട്ടിയെ ആദരിക്കുകയും മെഡൽ കൊടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നല്ല വാക്കുകൾ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒന്നും കിട്ടാത്തവൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. അതാണ് ബൈബിളിൽ, പുതിയ നിയമത്തിലാണെന്ന് തോന്നുന്നു, പ്രോഡിഗൽ സണ്ണിൻ്റെ കഥ പറയുന്നത്. ധനികനായ അച്ഛൻ്റെ
2 മക്കളിൽ ഇളയ പുത്രൻ ഒരു ദിവസം അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനൊക്കത്തില്ല. അച്ഛൻ ചോദിച്ചു, ഏതിൻ്റെ കാര്യമാണ്? അല്ല, ഈ സ്വത്ത് ഭാഗം വയ്ക്കണം, എനിക്കെൻ്റെ ഷെയർ കിട്ടണം. വിഷമത്തോടെ അച്ഛൻ ആ ഷെയർ കൊടുത്തു. മകൻ ആ ഷെയർ കൊണ്ട് ദൂരസ്ഥലത്തേക്ക് പോയി ജീവിതം സുഖിച്ച് ഉല്ലസിച്ച് ആസ്വദിച്ച് കഴിഞ്ഞു. ഈ പറഞ്ഞ 3 വാക്കുകൾ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ആ പയ്യൻ അങ്ങനെ കഴിഞ്ഞു, സ്വത്തെല്ലാം തീർന്നു. ആ നാട്ടിൽ ക്ഷാമം ഉണ്ടായി, അയാൾക്ക് ജീവിക്കാൻ വഴിയില്ലാതായി. അവിടെ ആരുടെയോ വീട്ടിലെ ജോലിക്കാരനായി മാറി. അയാൾ ആട് മേയ്ക്കാൻ ആടുകളെയും കൊണ്ട് പന്നികളെയും കൊണ്ട് പോയി എന്നാണ് ബൈബിളിൽ പറയുന്നത്. അങ്ങനെ പോകുമ്പോൾ അവിടെ ആഹാരത്തിന് ഈ പന്നിയുടെ ആഹാരം പോലും അയാളെടുത്ത് കഴിക്കാൻ ആഗ്രഹിച്ചു, കിട്ടിയില്ല. അപ്പോഴാണ് അയാൾ ആലോചിച്ചത്, എത്ര നല്ല കാലമായിരുന്നു എൻ്റെ വീട്ടിൽ. തിരിച്ചു പോയാലോ, അച്ഛനെ ചെന്ന് കണ്ടാലോ, അച്ഛനോട് ക്ഷമയാചിച്ചാലോ, സ്വർഗത്തോടും അച്ഛനോടും ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു. ആ വീട്ടിലെ ഒരു ജോലിക്കാരനായിട്ടെങ്കിലും സ്വന്തം വീട്ടിലാണല്ലോ ജോലി ചെയ്ത് കഴിയാം. അയാൾ തിരിച്ചു വരികയാണ്. അയാളെ ദൂരെ വെച്ചേ കണ്ടു അച്ഛൻ. അപ്പോഴേ ജോലിക്കാരോട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ മോൻ വരുന്നു, മടങ്ങി വരുന്നു, തിരിച്ചു വരുന്നു, പരാജയപ്പെട്ടിട്ട് തിരിച്ചു വരുന്നു, അവനെ സ്വീകരിക്കണം. നല്ല വസ്ത്രങ്ങൾ കൊടുക്കുന്നു, അവന് മോതിരം കൊടുക്കുന്നു, മാല കൊടുക്കുന്നു. അവിടെ നിന്ന് ഏറ്റവും വലിയ കാളക്കുട്ടിയെ കറി വയ്ക്കാൻ ഏർപ്പാട് ചെയ്യുന്നു. വലിയ ഫീസ്റ്റ്, വലിയ ആഘോഷം നടക്കുകയാണ്. അങ്ങനെ അവനെ എല്ലാ വിധത്തിലും സ്വീകരിച്ചപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ, എനിക്ക് മാപ്പ് തരണം, ഞാൻ അച്ഛനോടും സ്വർഗത്തോടും തെറ്റ് ചെയ്തവനാണ്. സാരമില്ല, നീ തിരിച്ചു വന്നുവല്ലോ, നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ, അതാണ് സന്തോഷം. അപ്പോൾ മൂത്ത മകൻ വരുന്നു. അയാൾ വയലിലാണ്. അയാൾ വയലിലെ പണി നോക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. വയലിൽ നിന്ന് അധ്വാനിച്ച് തിരിച്ചു വരുന്ന മൂത്ത മകൻ വീട്ടിൽ വരുമ്പോൾ കേൾക്കുന്ന ആരവവും ബഹളവും പാട്ടും കൂത്തും എല്ലാം കേട്ടിട്ട് ഒരു ഭൃത്യനോട് ചോദിച്ചു, അവിടെ എന്താ വിശേഷം? അറിഞ്ഞില്ലേ, നിങ്ങളുടെ അനുജൻ തിരിച്ചു വന്നു. എങ്ങനെ വന്നു? എങ്ങനെ വന്നെന്നൊന്നും ചോദിക്കണ്ട, വന്നു. അതിൻ്റെ ആഘോഷം നടക്കുകയാണ്. മൂത്ത മകൻ മടിച്ച് വന്ന് അച്ഛനെ മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, അച്ഛാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ അച്ഛനോടൊപ്പം ജോലി ചെയ്തു, ഞാനും ഇപ്പോഴും പാടത്തിൽ നിന്ന് പണിയെടുത്തിട്ട് വരികയാണ്. അച്ഛൻ അവന് വേണ്ടി ഇത്രയും ആഘോഷങ്ങൾ നടത്തുന്നു. അവൻ ജീവിതം ധൂർത്തടിച്ചവനാണ്, ഒന്നുമില്ലാതെ തിരിച്ചു വന്നവനെ കൈനീട്ടി സ്വീകരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനോട് ചോദിച്ചില്ലേ, ഒരു ചെറിയ കാളക്കുട്ടിയെ എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഒരു വിരുന്ന് സൽക്കാരം ഒരുക്കാൻ തന്നുകൂടെ എന്ന്. അച്ഛൻ തന്നില്ലല്ലോ. അച്ഛൻ അവനെ മാറോട് ചേർത്തിട്ട് പറഞ്ഞു, മോനെ, നീ എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്നു, നീ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്കുള്ളതെല്ലാം നിനക്കാണ്. പക്ഷെ അവൻ അങ്ങനെയല്ലല്ലോ, നമുക്ക് നഷ്ടപ്പെട്ടവനല്ലേ, അവൻ തിരിച്ചു വന്നതല്ലേ, അവനെ നമ്മൾ ആ രീതിയിൽ സ്വീകരിക്കണ്ടേ. അതാണ് പരാജയപ്പെട്ടവർക്കും ജീവിതത്തിൽ തോറ്റുപോയവർക്കും ലഭിക്കേണ്ട ആദരവ്. നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വീണുപോയവരെ ഹഠാതെ സ്വീകരിക്കുന്നതിൻ്റെ ചിഹ്നമാണ് ഓണം. ഇത് ഒരു പുതിയ കാഴ്ചപ്പാടായിട്ട് എനിക്ക് തോന്നുന്നു. ഓണം ആ വിധത്തിൽ നമ്മൾ കാണുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ, നമ്മുടെ പഴയ കാലത്തൊക്കെ വീടിന്റെ ക്ഷേമത്തിന് വേണ്ടി ഈ മഹാബലി പോയതുപോലെ എങ്ങോട്ടൊക്കെ പോയവരുണ്ട്, പുറപ്പെട്ടു പോയവരുണ്ട്. അവരൊക്കെ ഗൾഫിലായിരുന്നു എന്നാണ് പറയുന്നത്. പണ്ട് പറയുന്നത് പേർഷ്യയിലാണെന്നാണ്. പേർഷ്യയിൽ പോകുന്നവരുണ്ട്. പോയിട്ട് അവർ തിരിച്ചു വരും. അവർ ഈ ഓണക്കാലത്ത് തിരിച്ചു വരും. വീട്ടുകാർക്ക് വേണ്ടി എന്തെല്ലാം സജ്ജീകരിച്ച്, എന്തെല്ലാം സംഭരിച്ച് കൊണ്ടുവരാമോ അതെല്ലാം സംഭരിച്ച് അവർ വരും. അവരുടെ ആ വീട്ടിലെ മഹാബലി. അവർ തിരിച്ചു വരികയാണ്. അവർ ഈ നാട്ടിൽ പരാജയപ്പെട്ടിട്ട് അവർ പോയതാണ്. അവർ എന്തൊക്കെയോ നേട്ടങ്ങളുമായി വരുന്നു. അത് മഹാബലിയാണ്. ഗൾഫുകാരെന്ന് പറയുമ്പോൾ പണ്ട് അവരിവിടെ വരുമ്പോൾ എന്തൊരു ധാടിയാണ്, എന്തൊരു മോഡിയാണ്, അല്ലേ? ഞങ്ങളുടെ നാട്ടിൽ ഒരു ഗൾഫുകാരൻ, സുകുമാരൻ എന്നാണ് അയാളുടെ പേര്. അയാൾ വരുമ്പോൾ, അയാൾ വന്നൊന്നും ആരും പറയേണ്ട കാര്യമില്ല, അയാൾ അവിടെ വരുമ്പോൾ തന്നെ സുഗന്ധമാണ്. ആ പ്രദേശത്ത് മുഴുവൻ ഗൾഫിലെ സ്പ്രേയുടെ അടിച്ചതിൻ്റെ സുഗന്ധം ഉടുപ്പിലും അയാളുമായിട്ട് ബന്ധപ്പെട്ട കൂടെ വരുന്നവർക്കും ഒക്കെ സുഗന്ധമാണ്. അവർക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആഘോഷിക്കുകയാണ്. നാട്ടുകാരുടെ ഇടയിൽ അവരെ എന്തൊക്കെയോ നേടിയതിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അവർ
വാടകയ്ക്കാണെങ്കിലും കാർ പിടിക്കുന്നു, കാറിൽ സഞ്ചരിക്കുന്നു, സഫാരി സ്യൂട്ട് ഇടുന്നു. ആ വിധത്തിൽ ആഘോഷത്തിന്റെ കുറെ ദിവസങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു പോവുകയാണ്. ആ കാലത്തൊക്കെ ഒരു വാച്ചുണ്ട്, ഗൾഫുകാർ കിട്ടുന്ന വാച്ച്, റാഡോ എന്നാണ് ഇതിന്റെ പേര്. റാഡോ വാച്ചൊക്കെ കെട്ടി ഇപ്പൊ അതങ്ങനെ ആരും ഒരുവിധപ്പെട്ട ആരും കെട്ടാറില്ല. ആ വാച്ചൊക്കെ കെട്ടിയിട്ട് ആ വാച്ച് ഇങ്ങനെ അവര് കൂടെ കെട്ടിയ കൈ കൂടെ കുടയുകയും ആ കൈയിലേക്ക് നമ്മൾ മാറി മാറി നോക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലം. അതൊക്കെ അവരുടെ ഒരു സന്തോഷമാണ്. പിന്നെ അല്ലേ അറിയുന്നത് 37ാമത്തെ നിലയിൽ നിന്ന് ഏണി പൊട്ടി സുകുമാരൻ താഴെ വീണ് തട്ടിപ്പോയത്. പെയിന്റ് ജോലിയായിരുന്നു, അവിടെ പെയിന്റ് ജോലിയായിരുന്നു, പാവം. എങ്കിലും അദ്ദേഹം നാട്ടുകാരെ കാണുമ്പോൾ അവരുടെ മുമ്പിൽ സന്തോഷത്തിന്റെ രജതരേഖകൾ കാണിച്ചു. അതാണ് മഹാബലി. ഇപ്പൊ മഹാബലിക്ക് തന്നെ പാതാളത്തിൽ എന്താണ് ജോലികളൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് ഇവിടെ വരുമ്പോ ഓലക്കുടയും കുടവയറും കാര്യങ്ങളും ഒക്കെയാണ്. ഈ മഹാബലി ഇത്രയും കുടവയർ വരാൻ കാര്യം എന്താണെന്നാണ് പിടികിട്ടാത്തത്. ഏതെങ്കിലും ഭരണാധികാരികൾ ഇങ്ങനെ കുടവയറന്മാരുണ്ടോ? ഭരണാധികാരികൾ ഇവിടെ ചാണക്യനൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെയാണെങ്കിൽ അവർക്ക് നല്ല ഫിറ്റ് ബോഡി ആയിരിക്കേണ്ടതാണ്. പക്ഷേ അതെല്ലാം നമ്മളുടെ ഗ്രഹാതുരതയാണ്, നമ്മളുടെ ഗ്രഹാതുരതയുടെ ചിഹ്നങ്ങളാണ്. എന്തായാലും നമുക്ക് ഈ ഓണക്കാലത്തിന്റെ ഇവിടെ ക്ഷണകവിത, ക്ഷിപ്രകവിത അല്ലേ, ക്ഷിപ്രകവിത എഴുതുന്ന അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. നിമിഷകവി, ആ വാക്കിനാണ് ഇവിടുന്ന് തപ്പിയത്. ആ വാക്കുപോലും കിട്ടുന്നില്ല. അദ്ദേഹം നിമിഷകവിയാണ്. അപ്പോ ഈ കവികൾക്ക് അത്ര നല്ല കാലമാണെന്ന് തോന്നുന്നില്ല. കാരണം അവരുടെ കവിതകൾ 4 വഴിക്ക് പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച കുമാരനാശാന്റെ അവസ്ഥ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ഇപ്പൊ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇതിനകത്ത് അകത്തുള്ളതാണോ അത് പുറത്തുള്ളതാണോ വീണപൂവ്. അപ്പൊ വീണപൂ അല്ലെങ്കിലും കുഴപ്പമാണ്. ഈ അടുത്ത കാലത്ത് ഒരു കല്യാണം നല്ല ഗ്രാൻഡ് കല്യാണത്തിന് തൊട്ട് മുമ്പേ ആളുകൾ നേരത്തെ വരുമല്ലോ. റിസപ്ഷൻ ചില ജ്യോത്സ്യന്മാർ ചെയ്യുന്ന അന്യായമാണ്. റിസപ്ഷന് സമയം കൊടുക്കുന്നത് 9:30, കല്യാണം 12:30. അപ്പൊ ഇത്രയും സമയം ആളുകൾ എത്ര തവണ ഉണ്ടും ഇരുന്നും അങ്ങനെ അപ്പോഴാണ് ഗാനമേളയൊക്കെ വെക്കുന്നത്. അതൊരു രസമാണ്. ഈ കുട്ടിയുടെ അച്ഛൻ വന്നിട്ട് കവിയായിരുന്നു, കാവ്യാസ്വാദകനായിരുന്നു, കുമാരനാശാന്റെ ആരാധകനുമായിരുന്നു. അദ്ദേഹം ഒരു പെൺകുട്ടിയെ സംഘടിപ്പിച്ച് നന്നായിട്ട് കവിത ചൊല്ലുന്ന, ആ വർഷം യുവജനോത്സവത്തിന് കവിത ചൊല്ലിയതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കുട്ടി അവിടെ ചൊല്ലിയ കവിത തന്നെ ഏതാ, വീണപൂവ് ചൊല്ലുകയാണ്. കല്യാണത്തിനാണെന്ന് നോക്കണം. വീണപൂവ്. ഹാ പുഷ്പമേ, അധിക തുങ്ക പദത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കെ നീ, ശ്രീഭൂവിൽ അസ്ഥിര അസംശയം, ഇന്ന് നിന്റെ ആഭൂതിയങ്ക പുനരങ്ങ് കിടപ്പിതോർത്താൽ. ഞാൻ അപ്പോഴേ തിരിഞ്ഞും നോക്കുകയാണ്, ആരിത് ഏർപ്പാട് ചെയ്തോന്നോ, കഷ്ടമായി പോയല്ലോ. ലാളിച്ചു പെറ്റു ലത അൻപടു ശൈശവത്തിൽ. ഇപ്പൊ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു അമ്മാവൻ ചോദിക്കുന്നു അടുത്ത ആളിനോട്, ലാളിച്ച് പ്രസവിക്കുന്നു എങ്ങനെയാണ്? പ്രസവ വേദനയിലെ ഏറ്റവും വലിയ വേദന ലാളിച്ചും പ്രസവിക്കുന്നു. ലാളിച്ചു പെറ്റുലത അൻപടു ശൈശവത്തിൽ. എന്താണ് ആശാൻ എഴുതിയത്? ലാളിച്ചു പെറ്റലത അൻപടു ശൈശവത്തിൽ, പാലിച്ചു പല്ലവപുടങ്ങളിൽ വെച്ചു നിന്നെ. ദൂരാന്വയാണ്. രാമൻ രാവണനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഗദ്യം. കണ്ടിതു രാമൻ രാവണനെ പദ്യം. പദ്യമായി. അതുകൊണ്ട് പദ്യമാക്കാൻ വേണ്ടി അദ്ദേഹം ലാളിച്ചു പെറ്റലത എന്നോട് ശൈശവത്തിൽ, പാലിച്ചു പല്ലവപുടങ്ങളിൽ വെച്ചു നിന്നെ. അപ്പൊ ഇവിടെ ലാളിച്ച് പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണം ആയിട്ടില്ല, നടക്കാൻ തോന്നുന്നു. ഞാൻ വിചാരിച്ചു ഇപ്പം നിർത്തുമെന്ന്. നിർത്തുന്നില്ല. ജ്യോത്സ്യം ചെയ്തിരിക്കുന്ന അന്യായം അങ്ങനെയല്ലേ. 12:30 ഉള്ളു കെട്ട്. അവസാനം കണ്ണേ മടങ്ങുക എന്ന് തന്നെ ആ കുട്ടി ചൊല്ലി. കണ്ണേ മടങ്ങുക. എങ്ങനെ? അപ്പോഴേക്കും കുട്ടി വരാറായി. കരിഞ്ഞും അലിഞ്ഞും ആശും മണ്ണാകും ഈ മലര് വിസ്മൃതമാകും ഇപ്പോൾ ഉടനെ. എണ്ണീട് കാക്കും ഇതുതാൻ ഗതി. സാധ്യബന്ധു കണ്ണീരിനാൽ
അവനിവാഴ്ച കിനാവുഷ്ടം. ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു, അന്നേ എനിക്ക് തോന്നിയാണ് ഈ വീണപൂ അത്ര ശരിയല്ല, അത് വീണപ്പൂവാണ്. നോക്കണം, ഒരു വലിയ സദസ്സിൽ അത് ചെയ്ത ദോഷം കണ്ടില്ലേ. അപ്പൊ അല്ലെങ്കിൽ ഈ കവിത എന്ന് പറയുന്നത് അങ്ങനെ രാവിലെ പഠിച്ച് വൈകിട്ട് ഉദ്ധരിക്കാൻ പറ്റില്ല. കവിത നേരത്തെ ഹൃദിസ്ഥമാക്കണം. അതുകൊണ്ടാണല്ലോ ഒരു സദസ്സിൽ ഒരാൾ പറഞ്ഞത്, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളിടയ്ക്ക് പറയുകയാണ്, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് വള്ളത്തോളിന്റെ 4 വരികളാണ്. എന്നിട്ട് അത് ഓർമ്മ വരാതിരിക്കുകയും ചെയ്യും. എങ്ങനെ പോയോ എന്തോ അവിടെ. അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു വെക്കണം. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ബോട്ടണിക്കാണ് ചേർന്നത്. പക്ഷേ എനിക്കിഷ്ടം മലയാളമായിരുന്നു. മലയാളം പഠിപ്പിക്കാൻ എൻ്റെ വീട്ടുകാർ സമ്മതിച്ചില്ല. കാരണം അവർക്ക് എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് എത്തിക്കണമെന്നുള്ള ഒരു ദുരാഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അതിനെതിരെ പയറ്റുകയാണ്, എന്നാൽ കഴിയുന്ന വിധം. അപ്പോൾ ബോട്ടണി എടുപ്പിച്ചിട്ട് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തു തന്നു. അവിടെ ചെന്ന് ഞാൻ നേരെ മലയാള വിഭാഗത്തിലോട്ട് പോയി. ആദ്യം കിട്ടിയ പുസ്തകം ചങ്ങമ്പുഴയുടെ കൃതികൾ, ചങ്ങമ്പുഴ കവിതകൾ സമാഹാരം എടുത്തു മറിച്ചപ്പോൾ കാണുന്നു അവളുടെ പത്രം, ഒരു കവിതയുടെ പേരാണ്. എന്നിട്ട് അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നു, ചങ്ങമ്പുഴ നിര്യാതനായതിനു ശേഷം കളക്ട് ചെയ്തതാണ്, അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരിച്ച കൃതികളിൽ ഇതില്ല. എനിക്ക് ഇൻട്രസ്റ്റ് ആയി. ഞാൻ നോക്കുമ്പോൾ, കാണണം നിത്യവും, കാണുമ്പോൾ നാണിക്കും, കാണാതിരുന്നാൽ പിണക്കമാകും, എന്നും പിരിയുമ്പോൾ എന്നോട് ചൊല്ലുവാൻ എന്നും അവൾക്കുണ്ടാകും 100 കൂട്ടം. മുല്ലയ്ക്കൽ വീട്ടിലെ മല്ലികക്കുട്ടിക്ക് ചെല്ലപ്പൻ കത്ത് കൊടുത്ത കാര്യം. അത്രയും ഞാൻ നിന്നാണ് വായിച്ചത്. ചുമ്മാ വേറെ ബുക്ക് എടുക്കണമെന്നുള്ള സംശയത്തിൽ ഞാൻ ഒരു മേശയുടെ അടുത്ത് നിന്ന് കൃത്യമായിട്ട് ഇരുന്ന് ബാക്കി വായിച്ചു. താലപ്പൊലി നോക്കി നിൽക്കുമ്പോൾ അമ്മിണി ബാലനെ നോക്കി ചിരിച്ച കാര്യം, സോമൻ എഴുതി കൊടുത്തൊരു ഉപന്യാസം ശ്യാമള കാണിച്ചു തന്ന കാര്യം, ഹിന്ദി പഠിപ്പിക്കും സാറെന്ന് കേട്ടാൽ, ഹിന്ദി സാറിന്റെ അടുത്ത് ഹിന്ദി പഠിപ്പിക്കും സാറെന്ന് കേൾക്കുമ്പോൾ ഇന്ദുമതിയുടെ പാരവശ്യം, കാണുവാൻ കൊള്ളാത്ത കാമാക്ഷി സാറിന്റെ നാണമില്ലാത്ത തുറിച്ചുനോട്ടം, അന്നമ്മ പെണ്ണിന്റെ ദുർനയം, തെക്കേലെ പൊന്നമ്മ കാണിക്കും താൻ തോന്നിത്തം, തീരെ ചടച്ച ഭവാനി അമ്മയ്ക്ക് 5 വാര തുണി കൊണ്ട് തീർത്ത ബോഡീസ്, അഞ്ചിത കോമളനാകുമ കോപിതൻ 5 വരിപ്പല്ലിനുള്ള ഭംഗി. വിടുവോ ഞാൻ? അത് കഴിഞ്ഞ് കുമാരനാശാന്റെ പദ്യകൃതി എടുത്തു. ഒരു രക്ഷയില്ല. കഷ്ടം, സ്ഥാന വലിപ്പമോ, പ്രഭുതയോ, സജ്ജാതിയോ, പുഷ്ടശ്രീ തനുഭാടിയോ, ഇതൊക്കെ അവിടെ ഉദ്ധരിക്കാതിരുന്ന നന്നായി. അപ്പോൾ ഞാൻ വരുന്നത് കവികൾ ഓണത്തെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാണ്. കവികൾ പറഞ്ഞിരിക്കുന്ന വയലോപ്പള്ളിയിൽ തന്നെ തുടങ്ങാം. പുഷ്ടവസന്ത സ്ഥലികളിൽ നിന്നും സമൃദ്ധ വസന്ത സ്ഥലികളിലേക്ക് ഇളവേറ്റു പറക്കും പക്ഷികൾ പോലെ നമ്മൾ ഓണത്തെ കാത്തിരിക്കുന്നു. ഓണം ഒരു കാത്തിരിപ്പാണ്. പോവല്ലേ പോവല്ലേ പൊന്നോണമേ, ഇടപ്പള്ളി പറയുന്നത് അങ്ങനെയാണ്. പോവല്ലേ പോവല്ലേ പൊന്നോണമേ, പൂവല്ലേ ഞാനിട്ടു പൂജിക്കുന്നു. ഇന്നിപ്പോ നമ്മൾ ഓണാഘോഷമാണെങ്കിലും അർത്ഥം ഇട്ടില്ലല്ലേ? ഇട്ടില്ല. അല്ല, കന്നി ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ചിങ്ങം കഴിഞ്ഞല്ലേ, അതുകൊണ്ട് ഇനി അത്തം ഇവിടെ ഇല്ല, ഇനി ഓണം മതി. അപ്പോൾ അത്തത്തിന് എന്തെല്ലാം പൂക്കളാണ്. കടത്തനാട്ട് മാധവിയമ്മ പറയും പൂക്കളെ കുറിച്ച്. നമ്മുടെ പുതിയ കുട്ടികൾക്ക് എത്ര പൂക്കളെ കുറിച്ച് അറിയാം? എന്തെല്ലാം പൂക്കൾ ഉണ്ടായിരുന്നു ഇവിടെ. തുമ്പപ്പൂക്കൾ ഉണ്ടായിരുന്നു, കണ്ണാന്തലി പൂക്കൾ ഉണ്ടായിരുന്നു, കനകാമ്പര പൂക്കൾ ഉണ്ടായിരുന്നു, എത്രയോ തരം പൂക്കൾ, വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ. എന്റെ ഉമ്മറത്തെന്തൊരാശ്ചര്യ വർണ്ണസങ്കര ഭംഗികൾ. കടത്തനാട്ട് മാധവിയമ്മ പറയുക, എന്റെ ഉമ്മറത്തെന്തൊരാശ്ചര്യ വർണ്ണസങ്കര ഭംഗികൾ. കൺകറുത്തതാൻ കാക്കപ്പൂ നോക്കി പുഞ്ചിരിക്കുന്നു തുമ്പപ്പൂ. നാട്ടലരികൾ, കാട്ടലരികൾ, പൂത്ത പൂവ് മുല്ലക്കുടന്നകൾ. ആ വിധത്തിൽ പൂക്കൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. പക്ഷെ നമ്മളിപ്പോ ആരോ പറഞ്ഞു, ഇപ്പൊ ഒരു ടാർപോളിൽ ഇങ്ങനെ കൊണ്ടുവരാമോ ഈ അത്തം 4 പേര് പിടിക്കാനുണ്ടായിരുന്നാൽ മതി, റെഡിമെയ്ഡ് അത്തം. അപ്പൊ ഇങ്ങനെ താമരപ്പൂക്കളും ഞാനും ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ നാട്ടിൽ എന്നല്ലേ വയലാർ പറഞ്ഞത്. താമരപ്പൂക്കളും, അത് ഒരു വലിയ ക്രെഡിറ്റ് ആയിട്ട് നൊസ്റ്റാൾജിയുടെ സർവ്വസുന്ദരമായ സമസ്ത മോഹനമായ ബിംബമാണ്. താമരപ്പൂക്കളും ഞാനും ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ നാട്ടിൽ.
ഒന്നിച്ചു ഞങ്ങൾ ഉറങ്ങും, ഉറങ്ങിയാൽ ഒന്നേ ഞങ്ങൾക്ക് മോഹം, ഒന്നിച്ചു ഞങ്ങൾ ഉണരും, ഉണർന്നാൽ ഒന്നേ ഞങ്ങൾക്ക് ദാഹം എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള പൂക്കളുടെ സുരഭിലമായ സുഗന്ധപൂരിതമായ ഒരു കാലം. അത് ഓണം മാത്രമല്ല, എല്ലാ കാലവും നമുക്കുണ്ടായിരുന്നു. ആ കാലം കടന്നുപോയിരിക്കുകയാണ്. ആ കാലത്തെ വീണ്ടെടുക്കുന്നതാണ് ഓണം. അതുകൊണ്ടാണ് കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുന്നത്. ഇടയ്ക്ക് ഒരാൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട്, എന്താണ് ഈ കാണമെന്ന്. പല ഉത്തരങ്ങൾ വന്നു. അതെ, പല ഉത്തരങ്ങൾ വന്നു. പണ്ട് എം കൃഷ്ണൻ നായരുടെ കാലത്ത്, പ്രൊഫസർ എം കൃഷ്ണൻ നായർ, സാഹിത്യപാരമ്പര്യം എഴുതുന്ന എം കൃഷ്ണൻ നായർ, അദ്ദേഹം തെളിച്ചൊന്നും എഴുതില്ല, അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു പോകും. അപ്പൊ ഞാനത് ഒരു ലക്കം എടുത്ത് വായിച്ചപ്പോ അദ്ദേഹം ഒരു സന്ദർഭത്തിൽ എഴുതിയിരിക്കുന്നു, സാരംഗ നേത്രമാർ, സൻ മൃദുഗാത്രിമാർ, മന്മഥരാജ്യ മനോഹര ദൂതിമാർ, അമൃതവാണിമാർ, അമ്മുകിൽ വേണിമാർ എന്നൊക്കെ എഴുതിപ്പോയിരിക്കുന്നു. ബട്ട് യൂണിവേഴ്സിറ്റി ലൈബ്രറി വെച്ച് ആ ചങ്ങമ്പുഴയുടെ കവിത കേട്ടപ്പോൾ പോയിരുന്ന് എഴുതിയ ആളാണ്, ഞാൻ വിടുവോ? സാരംഗ നേത്രമാർ, സാരംഗം ഒരു രത്നമാണ്, ആ രത്നം ഫിറ്റ് ചെയ്ത കണ്ണുള്ളവൾ. സാരംഗ നേത്രമാർ, സൻമൃദുഗാത്രിമാർ, മന്മഥരാജ്യ മനോഹര ദൂതിമാർ. പക്ഷെ അദ്ദേഹം ആരെഴുതിയതെന്നോ എവിടെ നിന്ന് എഴുതിയതെന്നോ പറഞ്ഞിട്ടില്ല. ഞാൻ പലരോടും ചോദിച്ചു, പല കവികളോടും ചോദിച്ചു. അപ്പൊ ചിലർ പറഞ്ഞു ഉള്ളൂരാണെന്ന്, ചിലർ പറഞ്ഞു വള്ളത്തോളാണെന്ന്, ചിലർ പറഞ്ഞു വൈലോപ്പള്ളിയാണ്, ONV ആണെന്ന് പറഞ്ഞു, ONV ആണെന്ന് പറഞ്ഞു, G ആണെന്ന് പറഞ്ഞു, P ആണെന്ന് പറഞ്ഞു, NV ആണെന്ന് പറഞ്ഞു. അതിലൊന്നും നിൽക്കാത്തോണ്ടാണ് ONV ആണെന്ന് പറഞ്ഞത്. പക്ഷേ ബാലേന്ദ്രൻ ചുള്ളിക്കാടാണെന്ന് പറഞ്ഞതോടുകൂടി ഞാൻ ചോദ്യം അവസാനിപ്പിച്ചു. പിൽക്കാലത്താണ് കുമാരനാശാന്റെ ബുദ്ധചരിതം വായിക്കുമ്പോഴാണ് ഈ ഭാഗം വരുന്നത്. കാരണം സിദ്ധാർത്ഥ രാജകുമാരന് ഒരു 15-16 വയസ്സായപ്പോഴേക്കും ഒരേ ചിന്ത, ഡിപ്രഷൻ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഡിപ്രഷൻ. ഇദ്ദേഹത്തിന്റെ ജാതകം കൊണ്ട് കൊടുത്തിട്ട് ജ്യോത്സ്യൻ ഓടുകയായിരുന്നു, കൊണ്ടിട്ടിട്ട് ഓടുകയായിരുന്നു. കാരണം അതിലെഴുതിയിരിക്കുന്നത് ഇദ്ദേഹം 17ാമത്തെ വയസ്സിൽ ലോക ഛത്രാധിപതിയാവും, അല്ലെങ്കിൽ ഭിക്ഷാന്തേഹിയാവുന്നതാണ്. ഭിക്ഷാന്തേഹി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിന്റെ പച്ചമലയാളം അറിയാമല്ലോ. അത് എഴുതാൻ മടിച്ച് ഭിക്ഷാന്തേഹിയാകും. രാജാവിന് ക്ഷയം വന്നാൽ രാജേഷ്മാവ് എന്നാണ് പറയുന്നത്, വലിയ ക്രെഡിറ്റ് ആണ്. അപ്പോ ഭിക്ഷാന്തേഹിയാവെന്ന് പറഞ്ഞാൽ ഇയാള് അലഞ്ഞു തിരിഞ്ഞ് പോകുന്നല്ലേ. 16 വയസ്സ് തൊട്ടേ പുള്ളിക്ക് ഒരേ ചിന്ത. അപ്പൊ അദ്ദേഹം അടിയന്തര ക്യാബിനറ്റ് വിളിച്ചു കൂട്ടി മന്ത്രിമാരോട് ചോദിച്ചു, പയ്യൻ ഒരേ ചിന്തയിലാണല്ലോ, അടുത്ത ഭരണാധികാരിയാണല്ലോ, ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാണ്, അപ്പൊ അതിനെന്താ പ്രതിവിധി എന്ന് മന്ത്രിമാരോട് ചോദിച്ചു. അന്നത്തെ മന്ത്രിമാരും മിടുക്കന്മാരാണ്, അവർ ഇന്നത്തെക്കാളും മിടുക്കന്മാരാണ്. അവർ പറഞ്ഞു ഇതിനൊരു പ്രതിവിധിയേ ഉള്ളൂ, ചൊന്നാൻ മഹിപതേ, അല്ലയോ രാജാവേ, പുത്രന് ചിന്തയിൽ തോന്നും ചെറിയൊരു വൈരാഗ്യവൃത്തികൾ തീർന്നു പോകും സ്ത്രീകളിൽ പ്രേമമുദിക്കുക. ഒറ്റ മരുന്നേ ഉള്ളൂ. എണ്ണമൊന്നില്ലാത്ത വത്സന്റെ ചിത്തമാ ഉണ്ണി മത്സ്യത്തെ, വത്സന്റെ ചിത്തമാകുന്ന ഉണ്ണി മത്സ്യത്തെ തൻ മിരട്ടയിലും കടപിഴിക്കണ്ണികൾ വീശിപ്പിടിക്കും. അറിയ നീ പിച്ചള ചങ്ങല കൊണ്ടൊരാൾ പൂട്ടാത്ത മെച്ചമേറും മനമാം മതയാനെ പിച്ചയായി പൂങ്കുഴൽ നാലുകൊണ്ട് ഇങ്ങൊരു കൊച്ചു കരിമുകിൽ വേണിയാൽ കെട്ടുമേ എന്ന് പറഞ്ഞു. അപ്പം ശുദ്ധോധനമായതിനാകെ കൺഫ്യൂഷനായി. അതിനിപ്പോ എവിടെ പോകുമെന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞത് അത് ഞങ്ങളേറ്റു. മന്ത്രിമാർ പറഞ്ഞു ഞങ്ങളേറ്റു, അക്കാര്യം ഞങ്ങൾക്ക് വിട്ടുതരൂ. അവർ സുന്ദരിമാരെ കുറെ പെൺകുട്ടികളെ അറേഞ്ച് ചെയ്ത് ഇദ്ദേഹത്തിന്റെ മുറിയിൽ നിറച്ചിട്ട് വാതിൽ അടച്ചു. ആ പെൺകുട്ടികൾ എങ്ങനെ ഇരിക്കുമെന്ന് ആശാൻ വർണ്ണിക്കുന്ന വരികളാണ്. സാരംഗ നേത്രമാർ, സന്മൃദു ഗാത്രിമാർ, മന്മഥരാജ്യ മനോഹര ദൂതിമാർ, അമ്മുകിൽ വേണിമാർ, അമൃതവാണിമാർ എന്നൊക്കെ. അത് പറയാതെ കൃഷ്ണൻ നായർ സാറ് ചെയ്ത അന്യായം നോക്കണം, അത് മാത്രം പറഞ്ഞു. ഞാൻ ചോദിച്ചവര് ബാലേന്ദ്രൻ ചുള്ളിക്കാരുടെ പേര് വരെ പറഞ്ഞു. വനാശന്റെ വരികളാണ്. വനാശന്റെ വരികൾ വലിയ കൺഫ്യൂസിങ് ആണെന്ന് തോന്നുന്നു, അതിലൂടെ പറ്റിക്കുന്ന കുഴയ്ക്കുന്ന വരികളാണ്. കാണത്തിന്റെ അർത്ഥം ഇപ്പൊ പറഞ്ഞല്ലോ. ഈ കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊന്നും സൂക്ഷിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നാണ്. ഓണം ഉണ്ണുക എന്നുള്ളതാണ്, ഓണം നമ്മൾ ആഘോഷിക്കുക എന്നുള്ളതാണ്. കാണം നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട് പിൽക്കാലത്ത് ഓണം ആഘോഷിക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ നമുക്ക് എത്ര ഓണം മിസ്സായി. കൊറോണ വന്നു, പോയി, ഓണം പോയി. പ്രളയം വന്നു, ഓണം പോയി. അപ്പൊ നമ്മൾ ഇന്ന് ആസ്വദിക്കണം എന്നാണ്. അതാണല്ലോ ഉമർഖയം പറഞ്ഞത്, അല്ലെ? യെസ്റ്റർഡേ ഡെഡ്, tomorrow unborn, so eat, drink and be merry today, for tomorrow you may die.
ഇന്നലെ മരിച്ചിരിക്കുന്നു, നാളെ ജനിച്ചിട്ടുമില്ല. ചിന്താസുന്ദര കാവ്യവും ഒമർ ഖയാം റൂബിയാത്തിലെ ഏറ്റവും വിഖ്യാതമായ ഒമർ ഖയാമിന്റെ വരികളാണ്. ചിന്താസുന്ദര കാവ്യവും പലതരം ഭോജ്യങ്ങളും ചെന്നിറം ചില്ലി പൂമ്പത പൊങ്ങി വീഞ്ഞു നിറയും സുസ്ഫാടിക കിണ്ണവും പൈതേൻ നിർമൊഴി മാമരത്തണലിൻ സംഗീതവും ചേരുവിൽ കാന്താരസ്ഥലി പോലും ഇന്നിവനുഹ സ്വർലോകമാണ് ഓമനെ എന്ന് പറഞ്ഞ ഖയാമിന്റെ ആ സങ്കല്പം തന്നെയാണ് ഓണത്തെക്കുറിച്ചുള്ളത്. ഓണം നമ്മൾ ആഘോഷിക്കണം, എല്ലാ ദിവസവും ഓണമാക്കണം. പാവങ്ങളുടെ ഓണമുണ്ട്. അത് ഓ നാണോപാധ്യായൻ എന്ന് പറയുന്ന കൊല്ലത്തെ ഗ്രാമീണ ഗീത എഴുതിയ കവി പറയും, പാവപ്പെട്ട ഒരു പയ്യൻ കേട്ടോച്ച നമ്മുടെ പടിഞ്ഞാട്ട നാരായണൻ പഠിക്കൽ വെച്ച് എന്നോട് പറയുകയാണ്, അരമാസം ചെല്ലുവാനോ അങ്ങോട്ട് ചെല്ലുമ്പോൾ തിരുവോണം ഇങ്ങോട്ട് വന്നു കയറും. തിരുവോണം വന്നാൽ അവരുടെ കുടിലെല്ലാം മറുമണം ചുറ്റിയടിക്കും. കരിമുണ്ട് മാറിയെന്ന് അവരുടെ അമ്മച്ചി കരവച്ച കോടി ഉടുക്കും. മാത്രമല്ല അവരുടെ സാമ്പാറിൻ കഷണം അടുപ്പത്തെന്ന് അവരെക്കാൾ പൊക്കത്തിൽ ചാടും. ആ വിധത്തിൽ ഓണം അവരുടെ മനസ്സിൽ അലയടിക്കുമ്പോൾ അതേ വികാരത്തോടെ, ഒത്തൊരുമയുടെ, കൂട്ടായ്മയുടെ, ഗ്രഹാതുരതയുടെ ഓണം നമ്മൾ കൊണ്ടാടുകയാണ്. ഇത് സ്നേഹത്തിൻ്റെ, ഇത് സഹകരണത്തിൻ്റെ, പാരസ്പര്യത്തിൻ്റെ, ഓർമ്മപ്പെടുത്തലുകളുടെ, വീണ്ടെടുക്കലിൻ്റെ, പരാജയപ്പെട്ടവനെ ആലിംഗനം ചെയ്യുന്നതിൻ്റെ ഏറ്റവും മാതൃകാസുന്ദരമായ ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കുന്ന ഈ നിമിഷങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.